നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യം, ആദ്യമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കാവ് പാലിയിരിക്കാവ് എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ ദളിത് വിഭാഗങ്ങൾക്ക് സ്ഥലം കൊടുത്ത് വീട് വയ്ക്കുക. സർക്കാർ ഖജനാവിന് പണം മുടക്കുന്നു ലക്ഷങ്ങൾ. അതെന്ത് മര്യാദയാണ്? 10-50-60 വർഷമായിട്ട് തർക്കത്തിൽ കിടന്ന ഭൂമിയുടെ വിഷയം പരിഹരിക്കുമ്പോൾ അതിന് വേണ്ടി എല്ലാം ആ പാർട്ടി ആ ഭൂമിയിൽ നിന്ന് എടുക്കണ്ടേ? 10-20 കോടി വിലയുള്ള സ്ഥലത്തിന് സ്ഥലം മാത്രം കൊടുത്താൽ പോലെ വയ്ക്കാനുള്ള വീട് കൊടുക്കാനുള്ള ആവശ്യം ഉടമസ്ഥം കൊടുക്കണം. സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുക എന്ത് ന്യായമാണ്? വനിതകൾക്ക് എന്താണ് ഫ്രീ ബസ് യാത്ര വരുന്ന പോലെയാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്ന മുഴുവനും. ഒരു അപാകതയുണ്ടല്ലോ. കാരണം എന്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ 10 വർഷം LDF ഗവൺമെൻറ് ഭരിച്ചപ്പോൾ ഉണ്ടാകുന്ന പിന്നെ പവർ കട്ട് ഇപ്പോൾ തുടങ്ങി. ഈ ഗവൺമെൻറ് 1 മാസമായില്ല പവർ കട്ട് തുടങ്ങി. കാരണമൊക്കെ എന്തുമാകട്ടെ, സത്യമാണ് സംഗതി. അതുപോലെ എന്ത് വിഷയം കൊടുത്താലും ഇപ്പോഴത്തെ റെയിൽ മാറി സ്പീഡ് റെയിൽ വന്നു, അതും പറ്റില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പാമ്പും കോണിയും കളിക്കും പോലെ പോകല്ല ഒരു കാര്യം. ഈ 2 ഗവൺമെൻറ്റും മറ്റ് രാജ്യങ്ങളാണ് ഇപ്പോൾ റെയിലൊക്കെ ഇപ്പോൾ വണ്ടി ഓടി തുടങ്ങിയാണ്. നമ്മൾ രണ്ടും തകർത്ത് കളഞ്ഞ് ഈ മാറ്റമാണ്. അതിന് മുൻപായിട്ട് ഞാൻ 1-2 കാര്യം സൂചിപ്പിച്ചിട്ട് വിഷയത്തിൽ കിടക്കാം. ഒന്ന്, നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു, എനിക്ക് KPC പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം വേണം, എൻ്റെ അവകാശമാണ്, ഞാൻ സീനിയോറിറ്റിയാണ്, 10-6 വർഷം MLA MP ഒക്കെ ഇടുന്ന ആളാണ്. മറ്റ് ഉണ്ണിത്താൻ പറയുന്നു എനിക്ക് വേണം, അവിടെ ജാതി നോക്കിയിട്ട് കാര്യമില്ല. ഉണ്ണിത്താനെ ആകെ 9% നായർ വിഭാഗങ്ങൾക്ക് മുഴുവൻ സ്ഥാനമാനം കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടേ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എല്ലാ സ്ഥാനവും നിങ്ങൾ കഴിച്ചാൽ പിന്നെ നിങ്ങൾ എന്താണ് കൊല്ലത്ത് തോറ്റ് തൊപ്പിയിട്ട് നോക്കാകം മുസ്ലിങ്ങൾ വോട്ടിനെടുത്ത് പോയി കാസർഗോട്ട് പോയത്? മുസ്ലിങ്ങൾ വോട്ട് കിട്ടി 2 പ്രാവശ്യം MP ആയിപ്പോഴേ പിന്നെ അഹങ്കാരം തുടങ്ങി. എനിക്ക് മുഖ്യമന്ത്രി ആണോ അല്ലെങ്കിൽ KPC പ്രസിഡന്റ് ആണോ? കൊടിക്കുന്നിൽ സുരേഷ് അതുതന്നെ. കൊടിക്കുന്നിൽ സുരേഷ് 10% താഴെയാണ് ദളിതുകൾ കേരളത്തിലുള്ളത്. 9% നായരുള്ളത്. ഇത് മുഴുവൻ നിങ്ങൾക്ക് ദളിതുകൾക്ക് നായർക്ക് കൊടുത്താൽ മതിയോ? ബാക്കി പിന്നെ വേണ്ടി ക്രിസ്ത്യാനികൾക്കും. അപ്പോൾ ഇത് 31% ഒരു വർഗം ഉണ്ട് ഇവിടെ. 30 മുസ്ലിം എന്ന് പറയുന്നത് അവർക്കൊന്നും കൊടുക്കണ്ടേ? അവർക്ക് വേണ്ടേ? കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കത്തോലിക്ക കോൺഗ്രസും ഈ മലപ്പുറം ലീഗും കൂടി ഏതാണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ആദ്യത്തെ സംഘടന സിമി പറഞ്ഞ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയെന്ന്. അപ്പോൾ സംഘപരിവാർ പറഞ്ഞ് ഇസ്ലാമിൻ്റെ അന്ത്യവും ഇന്ത്യയിൽ തന്നെയെന്ന്. അത് പറയപ്പെടുന്ന ഒരു കാര്യമില്ല. ഏതാണ്ട് സംഭവിക്കാൻ പോണ മണ്ടന്മാരെ കത്തോലിക്ക കോൺഗ്രസും ഈ മലപ്പുറം ലീഗും മനസ്സിലാക്കണം. നിങ്ങളെ ഈ 2 പേരെ ഈ പോക്ക്, നിങ്ങൾ ഒരിക്കലും കത്തോലിക്ക കോൺഗ്രസ് ഒരിക്കലും പ്രധാനമന്ത്രിയാവില്ല. ഈ മലപ്പുറം ലീഗ് ഒരിക്കലും മുഖ്യമന്ത്രിയാവില്ല കേരളത്തിൽ. നിങ്ങളുടെ രൂപമാറ്റം വരുത്തിയില്ലെങ്കിൽ ഇത് ഇസ്ലാമിന് അന്ത്യമായിക്കൂടെ? ഇസ്ലാമിന് അന്ത്യം വന്ന ക്രിസ്ത്യാനിന് അന്ത്യമാവുമല്ലോ, പിന്നെ അത് ചൊല്ലില്ലോ. അത് ലീഗിൽ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 9% നായർ വിഭാഗത്തിന് മുഖ്യമന്ത്രി സ്ഥാനം, KPC പ്രസ്ഥാനം. 10% താഴെയുള്ള ഈ ദളിത് വിഭാഗങ്ങൾക്ക് KPC പ്രസിഡന്റ്, മുഖ്യമന്ത്രി സ്ഥാനം. കള്ളന്മാരെ ലീഗ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 33% ഒരു വിഭാഗത്തെ ആൾക്കാർക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറയാൻ പോലും സാധിക്കുന്നില്ലല്ലോ. നിങ്ങളത് ചിന്തിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ KPC പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം വേണമെന്ന് പറയാൻ പോലും ലീഗുള്ളിടത്തെക്കാളും പറയാൻ പറ്റില്ലല്ലോ. എന്താ കാരണം? നിങ്ങളെ ജാതി വാല് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ജാതി പേര് പോയിട്ട് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് അല്ലെങ്കിൽ ഇന്ത്യൻ മൈനോറിറ്റി കോൺഗ്രസ് അങ്ങനെ എന്തെങ്കിലും പേരിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകെ മണ്ടന്മാരെ. ഇപ്പം മുസ്ലിം ലീഗ് കേരളത്തിൽ ഭരണത്തിന് ആരും പറയുന്നുണ്ടോ?
ഇന്ന് സതീശൻ ഗവൺമെന്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിമിലെ 5 മന്ത്രിമാരും 28 സീറ്റുണ്ടെങ്കിലും അവർ ആരെങ്കിലും ഭരണത്തിലുള്ളതായിട്ട് അനുഭവപ്പെടുന്നത് ജനങ്ങൾക്ക്. ഇന്ന് മുസ്ലിം ലീഗ് മന്ത്രിമാരെ വിളിച്ചേക്കാണ് തങ്ങളുടെ വീട്ടിലേക്ക്. എന്താണ് ജനം അംഗീകരിക്കുന്നത്? ജനം അറിയുന്നില്ല അങ്ങനെ ഭരണത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടെന്ന്. എന്താ കാരണം അറിയോ? നിങ്ങൾ ആദ്യമായിട്ട് നെറുകെട്ട് മാറ്റ്. നിങ്ങളെ ജാതി പേര് മാറ്റിയിട്ട് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ മൈനോറിറ്റി കോൺഗ്രസ് എന്തെങ്കിലും പറഞ്ഞിട്ട് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ. കൊടിക്കുന്നിൽ സുരേഷിന്റെ ധൈര്യത, അയാൾ കോൺഗ്രസ്സുകാരാണ്, ദളിതുകാരനല്ല, ദളിത് പാർട്ടിക്കാരല്ല. ദളിത് പാർട്ടിയാണെങ്കിൽ അവർക്ക് അവസരം കിട്ടില്ല. 9% ഉണ്ണിത്താനോ അതും കോൺഗ്രസ്സുകാരനാണ്. അതുപോലെ ദേശീയ ധാരകളുടെ ഒരു പാർട്ടിയിലൊക്കെ നിൽക്കണോ നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ നശിപ്പിച്ചുകളല്ല. ഈ സോണിയ കോൺഗ്രസും ഈ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗും കൂടി മുസ്ലിം സമുദായത്തെ ഇന്ത്യയിലെ അവസാനത്തിന്റെ ആരംഭത്തോടെ ഇനി എന്തുള്ളത്? താജ്മഹൽ, മറ്റമഹൽ, മറച്ചമഹൽ, ദൈവബന്ദ്, 1 മാസം ദൈവബന്ധം തോന്നു കൊടുക്കുന്നതാണ്. അങ്ങനെ എല്ലാം കൈവശപ്പെടുത്താണ്. അത് ഒറ്റ കാരണം നിങ്ങളാണ്. ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗും ഇന്ത്യൻ കത്തോലിക്ക കോൺഗ്രസുമാണ്. ഇപ്പൊ വലിയൊരു ആരോപണം ഈ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗിന്റെ മുമ്പിൽ ഈ അഹമ്മദ് പേരിലും മരിച്ചുപോയി, സോണിയ കോൺഗ്രസ് പേരിലും വലിയൊരു ആരോപണം കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നിസ്സാര ആരോപണമല്ല. KVS മണി, ആഭ്യന്തര വകുപ്പില് അണ്ടർ സെക്രട്ടറി, 2011 ബോംബെ ആക്രമണം, അത് ഈ അഹമ്മദ് സാഹിബിന്റെ ലീഗും കത്തോലിക്ക സോണിയ കോൺഗ്രസും ISI ചേർന്നാണ് പറയുന്നത്. അത് അങ്ങനെയല്ല തെളിയിക്കാൻ നിങ്ങൾക്ക് വല്ലത് കയ്യിലുണ്ട്? വല്ലതും കയ്യിൽ വല്ല കോപ്പുണ്ടോ? കോപ്പ് മീനിങ് 5 കാലം കോപ്പ് തെറ്റേ വാക്കുന്നില്ല. അങ്ങനെ സിസ്റ്റം തന്നെയുണ്ട്, ഒരു ശൈലി തന്നെയുണ്ട്. എന്തെങ്കിലും കൈവശം ഉണ്ടോ അത് കൗണ്ടറായിട്ട്? അതാണ് 1999 98 EM ശങ്കർ നമ്പൂതിരിപ്പാട് മരിച്ചു കഴിഞ്ഞ് പിറ്റേ ആഴ്ചയിൽ വീക്ഷണം പത്രം, അന്ന് കോൺഗ്രസ് വന്ന പ്രതിപക്ഷ പത്രമാണ്. ആ പ്രതിപക്ഷ പത്രത്തിന് എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം വന്നു. അന്ന് ഞാൻ രാഷ്ട്രീയ ജനതാദളിന്റെ സംസ്ഥാന പ്രസിഡന്റ്, കേരളത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ഞാനായതല്ലോ. അന്ന് ഞാൻ എഴുതിയ ഒരു ലേഖനം എഡിറ്റോറിയൽ പേജിൽ വന്നു. എഡിറ്റോറിയൽ പേജിൽ വന്നു കഴിഞ്ഞാൽ എഡിറ്റോറിയൽ വിളിയാണ്. എന്താണ്? EMSന് സമസ്യാപൂരണം. EMS സമസ്യാപൂരണം. EMS മരിക്കുന്നതിന് മുൻപ് എന്തോ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നുള്ളൂ. പിന്നീട് പത്രത്തിലുണ്ടായത് പിറ്റേത്. അത് ഞാൻ മൊയ്തീൻ ഷാഹി ഗ്രൂപ്പാണ് പൂരിപ്പിച്ചു ആ സമസ്യ. ആ പൂരിപ്പിച്ച് ഇതാണ്, മറ്റൊന്നുമല്ല. ഏകകക്ഷി ഭരണം ഇന്ത്യയിൽ പോയി, ദ്വികക്ഷി ഭരണത്തിന് സാധ്യത കുറവാണ്. അപ്പോൾ ത്രിതല മുന്നണി, 3 തല മുന്നണി എന്ന് പറഞ്ഞാൽ ഒന്ന് കോൺഗ്രസ് നയിക്കുന്ന മുന്നണി, ഒന്ന് BJP നയിക്കുന്ന മുന്നണി, മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന മുന്നണി. അങ്ങനെ 3 മുന്നണി സമുദായമാണ് നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വർഷത്തിൽ 90 പോയിട്ട് 26 27 വർഷം കഴിഞ്ഞു, 28 വർഷം കഴിഞ്ഞു. ഏതാണ്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞവർക്ക് ചിത്രം മാറി. ഇനിയുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ ഈ സോണിയ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ സോണിയ കോൺഗ്രസ് മാറ്റുകയോ ചെയ്ത് സംഘ് പരിവാറെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഏക മുന്നണി. മനസ്സിലാക്കണം, സോണിയ കോൺഗ്രസ് മാറിയാൽ ഈ സതീശനും KC വേണുപോലെ ഒക്കെ ഇങ്ങോട്ട് പോരും. ഇപ്പം എല്ലാം അധികാരം ഉണ്ടെന്ന് പേടിയിലാണ് അവർ കൂടെ നിൽക്കുന്നത്. അല്ല, അവർക്ക് പ്രത്യേക താല്പര്യമൊന്നും നെഹ്റു കുടുംബത്തോടൊന്നുമില്ല. അങ്ങനെ നെഹ്റു കുടുംബം അല്ലെങ്കിൽ സോണിയ കുടുംബത്തിൽ നിന്ന് മാറി അത് രാഹുൽ ഗാന്ധി മാറാൻ തയ്യാറാണ്. അങ്ങനെ നിന്നപ്പോഴാണല്ലോ 5000 കോടി മുടക്കി ആരാണ് കോർപ്പറേറ്റ് സംസ്കാര രീതിയിൽ കോച്ച് സംസ്കാരത്തിൽ രാഹുലിനെ പുറത്ത് രംഗത്തെടുത്ത്. കാരണം സോണിയ എന്ന കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ ഇല്ലെങ്കിൽ BJP പിടിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് അവർ കാണുന്ന ബുദ്ധി. അത് കാണാനുള്ള ബുദ്ധി ഇവിടെ പ്രതിപക്ഷത്തിന് ഇല്ലാതെ പോയി.
അപ്പം വരുന്നത് അന്ന് 29 അല്ലെങ്കിൽ 28 വർഷം മുൻപ് കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ പശ്ചാത്തലം ഒരു ത്രിതല മുന്നണിക്ക് സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏക മുന്നണി പറ്റുള്ളൂ. ആ ഏക മുന്നണിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം? സംഘപരിവാർ RSS നയിക്കുന്ന ഒരു വിഭാഗം മാറി നിൽക്കണം. സോണിയ കോൺഗ്രസ് നയിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വ സ്ഥാനത്ത് മാറുകയോ ചെയ്യണം. ഇത് ബാക്കി എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തിയിട്ട് ഒരു ഏക മുന്നണി സമ്പ്രദായം ഉണ്ടാക്കി വേണം സംഘപരിവാറിനെ ഒന്ന് താഴെ ഇറക്കാൻ. അതല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കകം ഇസ്ലാമിന് അന്ത്യം ഇന്ത്യയിൽ തന്നെയായിരിക്കും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ തങ്ങളെത്രകാൽ ജീവിച്ചിരിക്കുമല്ലോ, ഇനി എത്ര കാലം ഉണ്ടാവും? വരും തലമുറകൾ ചിന്തിക്കേണ്ടോ തങ്ങളെ? ഞങ്ങളതാ ചിന്തിക്കുന്നത്. അതല്ലെങ്കിൽ അടിയന്തരാവസ്ഥയിൽ ജയപ്രകാശ് നാരായൺജി ചെയ്ത് കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസ് ഒഴിച്ചുള്ള മുഴുവൻ സന്നാഹവും മുഴുവൻ പേരും ചേർത്ത് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, ജനതാ പാർട്ടി. അത് മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആക്കിയില്ലേ, വർഷങ്ങളോളം ഭരിച്ചില്ലേ? അതുപോലെ BJP മാറ്റി ബാക്കി എല്ലാവരും ചേർത്ത് ഒരു മുന്നണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പാർട്ടി ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കൾക്കില്ല. ഇൻഡിപെൻഡന്റ് ആയിപ്പോയില്ലേ? അങ്ങനെ മുന്നണിയെങ്കിലും ഉണ്ടാക്കാൻ ഈ കത്തോലിക്ക കോൺഗ്രസ് സാധിച്ചോ? എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും പറയാതെ ഏതെങ്കിലും സതീശന്റെ കാല് പിടിച്ചിട്ട് ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ വേണമെങ്കിൽ പ്രായം അധികം വാങ്ങിച്ചു മാറ്റാം. എൻ്റെ കുടുംബം രക്ഷോടും, ഞാൻ രക്ഷോടും. എനിക്കത് വേണ്ടെന്ന്. ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ ജനങ്ങളെയാണ്, അല്ലാതെ അധികാരമല്ല. അങ്ങനെ ഇതേവർ ചെയ്തില്ല. മോഡി വന്നിട്ട് 12 വർഷം കഴിഞ്ഞ്, അതിനുമുമ്പ് BJP വന്ന് പോട്ടെ. മോഡി വന്നിട്ട് സർവാധിപതിയായിട്ട് വന്നിട്ട് 12 വർഷമായിട്ട് 12 വർഷത്തിനുള്ളിൽ ഈ കത്തോലിക്ക കോൺഗ്രസിന് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റിയിട്ടുണ്ടോ? പ്രതിപക്ഷ പാർട്ടിയുടെ ആണ് ഇപ്പോൾ, അതായത് കത്തോലിക്ക കോൺഗ്രസ് ആണ്. അല്ലാതെ അവരാളുടെ പ്രതിപക്ഷ പാർട്ടി നയിക്കുന്ന പാർട്ടി അതാണ് കത്തോലിക്ക കോൺഗ്രസ്. അല്ലെങ്കിൽ അവർ പറയുകയില്ല. അത് രാഹുലിന് സാധിച്ചോ? സോണിയക്ക് സാധിച്ചോ? ഇനി അവരിൽ നിന്ന് പ്രതീക്ഷിക്കണോ? മണ്ടന്മാരെ ലീഗ് നേതാക്കളെ, നിങ്ങളുടെ ഈ അവസാനത്തെ ഏക മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ബാധിക്കുന്ന നിങ്ങളുടെ കാരണം ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ അന്ത്യം ഉറപ്പായി. ഇനി ചോദ്യം ചെയ്യാൻ ഒരു ശക്തിയില്ല. ഈ കത്തോലിക്ക രാഹുൽ ഗാന്ധി ചോദിക്കുമോ? മമത ചോദിക്കുമോ? അവരെല്ലാം പൊടി തട്ടി BJPയിലേക്ക് ചേരും, ഉൾക്കൊള്ളും. അതാണ് ശാസ്ത്രം പറയുന്നത്. അത് ഏതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ജിന്ന എന്ന് പറയുന്നത് മുഹമ്മദ് ജിന്ന മുസ്ലിം ആയിരുന്നില്ല, പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് മുസ്ലിം പ്രായം ജീവിച്ചതാണ്. മുസ്ലിം ഭൂരിപക്ഷം രാജ്യം ഭരിക്കണമെങ്കിൽ ആ സമുദായത്തിൽ കൂടെ നിൽക്കണം. അതുപോലെ ഇവിടെ ഭൂരിപക്ഷ സമുദായം ഹിന്ദുക്കളാണ് ഭരണത്തിൽ കയറുകയാണെങ്കിൽ ഈ മമതയും ഈ പൊട്ടൻ രാഹുലും ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഉൾക്കൊള്ളാൻ രക്ഷയില്ലാവരും. പാവം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെ അന്ത്യം ഇന്ത്യയിൽ സംഭവിക്കും. ആരും ചോദിക്കാൻ പറ്റില്ല. എനിക്ക് ഭയമല്ല. ബിക്കോസ് I am 77, more than 70 years. എത്ര നാള്, നിമിഷങ്ങളും മാസങ്ങളും ഉള്ളൂ. പക്ഷെ എൻ്റെ തലമുറയുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ 90% വരുന്ന ആ വിഭാഗങ്ങൾക്ക് ഈ സവർണ ഫാസിസ്റ്റവും കോർപ്പറേറ്റും കൂടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇവിടുത്തെ ലീഗുകാർക്ക് ലോകത്തെ ഏറ്റവും വലിയ മാഫിയ എന്ന് പറയുന്നത് ഇറ്റാലിയൻ മാഫിയാണ്. ആ ഇറ്റാലിയൻ മാഫിയ ഇവിടുത്തെ സവർണ ലോബി കൊണ്ട് തങ്ങെടുത്താണ് രാജീവ് ഗാന്ധി സോണിയായിട്ട് പരിചയപ്പെടുത്തി കല്യാണം കഴിച്ച് അങ്ങനെ ഇവിടെ രണ്ടാമത് അവർ വേറെ കളി കളിച്ച്. അന്ന് ഹിന്ദു സമുദായത്തിൽപ്പെട്ട രാജീവ് ഗാന്ധി ഒരു കത്തോലിക്ക സ്ത്രീയാണ് വിവാഹം കഴിച്ചെങ്കിൽ ഇന്നൊരു കത്തോലിക്കൻ പ്രിയങ്ക ഗാന്ധി കല്യാണം കഴിച്ചു. പേരെങ്കിലും ഹിന്ദു എന്ന് പറയുന്നത്. രണ്ടും ഒന്നിനൊന്ന് പൂരിതമായി. ഇതൊന്നും നാട് നന്മയ്ക്ക് വേണ്ടിയില്ല, അവര് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാ. എന്നിട്ട് എന്തിനും പറ്റിയോ? ഇപ്പൊ എന്താണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു 10% താഴെ ജലീൽ പറയുന്നു എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം, എനിക്ക് KPC പ്രസിഡന്റ് വേണം. ഉണ്ണിത്താൻ പറയുന്നു 10% താഴെ ഉണ്ണിത്താൻ പറയുന്നു എനിക്ക് വേണമെന്ന്. ഇവിടെ 31% എന്തെടോ നിങ്ങൾക്ക് പറയാൻ പോലും പറ്റാത്തത്?
ആവശ്യപ്പെടാൻ പോലും നിങ്ങൾ പറ്റത്തില്ല. ആവശ്യപ്പെടുന്നില്ലല്ലോ. വൈ നോ? എന്തുകൊണ്ടാണത്? നിങ്ങളെ ജാതി പാർട്ടി ഉപയോഗിക്കുന്നതാണ്. ഇന്ന് സതീശൻ മന്ത്രിസഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പാർട്ടി കൊണ്ടുവന്ന് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടോ? ഭരണത്തിലുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് മേൽക്കോയ്മയുണ്ടോ? മുന്നണി നിൽക്കുന്നുണ്ടോ? സതീശൻ തീരുമാനിക്കും, അതുപോലെ നടപ്പാകും. അത് ചോദിച്ചാൽ 22 സീറ്റ് ഉണ്ടായിട്ടും സാധിക്കേണ്ട മരമണ്ടന്മാരെ. ഞാൻ അങ്ങനെ തന്നെ പറയും. ശപിച്ചാലും കൊള്ളാം, തല്ലിക്കൊന്നാലും കൊള്ളാം. ഗോമേനിയുടെ കാര്യം പറഞ്ഞില്ല, 77 വയസ്സ് ഗോമേനി മാറിയുന്നില്ല. കൊല്ലിനെ കൊന്നോട്ടെ എന്ന് പറയും. ഞാനിക്ക് കൊല്ലിനെ കൊന്നോട്ടെ, എനിക്ക് ഒന്നും പേടിക്കാനില്ല. എനിക്ക് ലോകത്തിന് ഒന്നും ആവശ്യമില്ല. നിലനിൽക്കാൻ വേണ്ടി അല്പം ഭക്ഷണം പെടുന്നല്ല, വേറെ ഒരു ആവശ്യമില്ല. പിന്നെ എനിക്കെന്തിനാ ഭരണത്തെ ഭയക്കുന്നത്? ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് മരിക്കും. മുസ്ലിം ലീഗ് മനസ്സിലാകുന്നില്ല. നിങ്ങൾ കാണിക്കുന്ന അപകടത്തിന് എത്ര വലുതാണെന്നറിയാവോ? ഒരു മലപ്പുറം ജില്ലയെ കൊണ്ട് എന്തേ ചെയ്യാൻ പറ്റൂടെ? അതൊക്കെ പട്ടാളം വരുമ്പോൾ നിങ്ങളുടെയൊക്കെ പിന്നെ ശബ്ദം പോലും കേൾക്കില്ല. ഇപ്പത്തെ നിങ്ങൾ ഒതുക്കി. സതീഷ് എന്താ ഇത്? അള്ള മാറ്റി, തൊപ്പി മാറ്റി, ദൈവം തെളിയിച്ചൊടുക്കി, മറ്റെല്ലാ കാര്യങ്ങളും PMR എല്ലാം വന്ന് നിങ്ങൾ മിണ്ടാൻ പറ്റത്തില്ല. മറിച്ച് നിങ്ങൾ ദേശീയധാരയിലായിരുന്നെങ്കിലോ? ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, 9% നായർ വിഭാഗത്ത് KPC പ്രസിഡന്റ് ആവശ്യപ്പെടാൻ ധൈര്യമായിട്ട്. 10% താഴെയുള്ള ദളിതുകൾക്ക് ചോദിക്കാം. നിങ്ങൾ 30% നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ KPC പ്രസ്ഥാനം ചിന്തിക്കുന്നതിലുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, മുഖ്യസ്ഥാനം ആഗ്രഹിക്കുന്നില്ല. സംഭവിച്ചു. കാരണം നിങ്ങൾക്ക് വെറുതെ കിട്ടുന്നതാണ്. ആകെ വോട്ടർമാരിൽ 1/3 നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ലീഗ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ചോദിക്കും മുസ്ലിമിൽ കുറെ വോട്ട് മറ്റവർക്ക് പോയി, അപ്പൊ മറ്റവർക്ക് വോട്ട് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ അവിടേക്ക് നോക്കിയാലും 1/3 ആ 1/3 വോട്ടിന്റെ അവകാശികൾക്ക് 5 മന്ത്രിസ്ഥാനവും മറ്റ് സ്ഥാനമായുള്ളൂ. 2 ഭാഗമുള്ളവർക്ക് 1 മന്ത്രിസ്ഥാനവും നക്കാപ്പീച്ചും. ഇത് എത്ര കാലം കൊണ്ടു കിടക്കും? ജനങ്ങൾ വയലന്റാണ്, പ്രത്യേകിച്ച് യുവജനങ്ങൾ. ഞാൻ CPM കാര്യം പറഞ്ഞു. 2029 കേന്ദ്ര ഗവൺമെന്റ് ഏകപക്ഷമായിട്ട് എല്ലാവരും ഒതുക്കി മുന്നോട്ട് പോയാൽ ഭരണഘടന മാറ്റി ദേശീയതയിൽ വന്നിട്ട് എന്ത് ചെയ്ത് പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒരേ തെരഞ്ഞെടുപ്പ് ആക്കിയാൽ 2029 അസംബ്ലി ഇലക്ഷൻ വരും കേരളത്തിൽ. അല്ലെങ്കിൽ ഇന്ന് സതീശൻ ഗവൺമെന്റാണ് നിൽക്കുന്നതെങ്കിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉണ്ടാവും കേരളത്തിൽ. ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. ആ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി സംബന്ധിച്ച് നമ്മൾ എല്ലാ ബഹുമാനവും ആദരവ് നൽകിക്കൊണ്ട് പറയാണ്, പ്രായം മാനിച്ച് അങ്ങ് മാറി നിൽക്കണം. വേറെ ഒരു കുറ്റം പറയുന്നില്ല. ഞങ്ങൾ അങ്ങനെക്കുറിച്ച് ഒരു കുറ്റം പറഞ്ഞില്ല. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പം പ്രായാധിക്യം കണക്കെടുത്ത് അങ്ങ് മാറി നിൽക്കണം. ആയിട്ട് ഇളം തലമുറ സഖാക്കൾ ഏറ്റുകഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഭരണം കിട്ടാൻ എളുപ്പ വഴി പറയാണ്. അത് ഇത്രേ ഉള്ളൂ. ക്രിസ്ത്യൻ സമുദായത്തിന് 10-1 സീറ്റ് കൊടുക്കണം. കാരണം 15% കോൺഗ്രസിൽ നിൽക്കും, ബാക്കി 10% പോരും. 10-1 അവകാശങ്ങൾ, സീറ്റുകൾ. നായർ വിഭാഗത്തിൽ 10-1. പിന്നെ ഈഴ വിഭാഗത്തിൽ 10-3 ഭാഗം കൊടുക്കണം സ്ഥാനമാനങ്ങൾ. ദളിതുകൾക്ക് 10-1 കൊടുക്കണം. പിന്നെ ഈ ആശാരി മൂശാരി വർഗത്തിൽ 10-1 കൊടുക്കണം. അപ്പോൾ ഇതിൽ 10-7 ബാക്കി 10-3 ഭാഗം മുസ്ലിങ്ങൾക്ക് കൊടുക്കണം സ്ഥാനമാനങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ഭരണം ഉറപ്പാണ്. എടുക്കാതിരിപ്പോ അല്ലെങ്കിൽ 29 ഇലക്ഷൻ വരും. അത് കമ്മ്യൂണിസ്റ്റുകാർ തകരാൻ പാടില്ല. ഈ സതീശൻ നമ്പാൻ പറ്റില്ല. അവർക്കൊക്കെ എപ്പോഴും തീരുമാനം മാറ്റാം. കണ്ണിൽ 10 ഒരു മാസമായില്ല, അപ്പോഴേക്കും പവർ കട്ടായി. തെറ്റായ പക്ഷത്താവട്ടെ. മറ്റ് 10 വർഷം കൊണ്ടു നടന്നല്ലോ, പവർ കട്ടുണ്ടായോ? അവർ ഓരോ കാര്യങ്ങളും അന്ന് BJPക്ക് RSS അനുകൂലം ചെയ്ത് പറഞ്ഞ് നിങ്ങളെല്ലാം ലീഗ് ഉൾപ്പെടെ കോൺഗ്രസ് ഒക്കെ സമരം ചെയ്ത് കുറ്റപ്പെടുത്തി വന്നിട്ട് അവസാനം ഇപ്പോൾ എല്ലാം സംഘപരിവാർ ഭരിക്കുകയാണ്. സതീഷാണ് മുഖ്യമന്ത്രിയെങ്കിലും ഭരിക്കും നിയന്ത്രിക്കും. പണ്ട് പിണറായി വിജയൻ ചെയ്തവരെക്കാൾ കൂടുതലായിട്ട് സതീശൻ ഗവൺമെന്റ് സംഘപരിവാർ ചെയ്യണം. ഇപ്പൊ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സംഘപരിവാറിന്റെ ഒരു ഓഫീസ് തുടങ്ങിയ കാണുന്നു, ഒരു ഹാള്. അത് ഇതായിട്ട്
ഇപ്പം മുസ്ലിം ലീഗ് സമരത്ത് ഇറങ്ങിയേക്കുക, SDP തുടങ്ങി ഇപ്പം മുസ്ലിം ലീഗ് ഇറങ്ങിയേക്കുക. നിൽക്കങ്ങളില്ല, ആൾക്കാർക്ക് കിട്ടി കുത്താണ്. എൻ്റെ തങ്ങളെ കുഞ്ഞാക്ക, നിങ്ങളെ പേര് മാറ്റി ദേശീയ ധാരയിൽ വന്ന് നിങ്ങൾക്കതിനെ മുഖ്യമന്ത്രിയാകാൻ നോക്ക്. നിങ്ങൾ കേരളത്തിൽ KPC പ്രസിഡന്റ് മുസ്ലിമാകട്ടെ, അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തകർന്ന് മണ്ണടിച്ചു പോവും. അത്ര കണ്ട് ഭയങ്കര. കാരണം നിൽക്കക്കള്ളി ഇല്ലാതെ അയോധ്യയിലെ കൊള്ളയെക്കുറിച്ച് പബ്ലിക്ക് പറയുന്ന വെച്ച് മോഡിക്കും അല്ലെങ്കിൽ സംഘം നിൽക്കക്കളിയില്ല. അവർ എന്തും ഇവിടെ നടപ്പിലാക്കാൻ നിർമ്മിക്കും. അത് മറക്കാൻ വേണ്ടി, അത് മറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ അഹമ്മദിൻ്റെ പേരിലും കത്തോലിക്ക കോൺഗ്രസ് പേരിലൊക്കെ ഈ ആരോപണം കൊടുത്തത്. പക്ഷെ അന്ന് മരിച്ചവരുടെ ഒരു ഓഫീസറല്ലേ, ആ ഓഫീസർ പറഞ്ഞു ഇതെല്ലാം കാരണക്കാരും ഈ ലഹളയൊക്കെ പിന്നെ ബോംബ് സ്ഫോടെല്ലാം പിന്നിൽ സംഘപരിവാറെന്ന്. അത് അറിഞ്ഞ് പറഞ്ഞപ്പോഴും പുറത്ത് വരുമെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തെ തട്ടിക്കളഞ്ഞില്ലേ. ഇതൊക്കെ പുറകിൽ കളിച്ചാരാ. എന്നിട്ട് ഇനി കോൺഗ്രസ് എന്തെങ്കിലും കൃത്യമായിട്ട് മറുപടി പറയാനുണ്ടാവുമോ? ഇല്ല. കാരണം കത്തോലിക്ക കോൺഗ്രസ് തലപ്പത്തേക്ക് കാലം അവർക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഈ ലീഗ്, ഈ മലപ്പുറം ലീഗ് അവർക്ക് പറയാൻ പറ്റില്ല. അത് പറയണമെങ്കിൽ കോൺഗ്രസിന് തലപ്പത്ത് നിന്ന് കത്തോലിക്ക നേതാക്കൾ മാറണം. മുസ്ലിം ലീഗ് പാർട്ടി പിരിച്ചുവിട്ട് ദേശീയധാരയിൽ വരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഈ രണ്ട് കാര്യം വന്നെങ്കിലേ അവർക്ക് ഇതൊക്കെ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് എന്ത് പറഞ്ഞാലും മറുപടി കൊടുക്കാൻ പറ്റില്ല. ഒന്ന് കത്തോലിക്ക കോൺഗ്രസ് അവർക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞേശമില്ല. മറ്റൊന്ന് മലപ്പുറം ലീഗ്, അതും പറ്റൂല. എന്നാടോ സോണിയാഗാന്ധിക്കും ഈ തങ്ങൾക്കൊക്കെ ഈ ബോധോദയം വരുന്നത്? എല്ലാം തീർന്നതിന് ശേഷം, മുസ്ലിം വംശഹത്യ കഴിഞ്ഞതിന് ശേഷം നല്ല രക്ഷയുണ്ടോ? എന്താണ് കാര്യം പറയുന്നത്? ഞങ്ങളിത് വേറെ അന്ധമായിട്ട് പറഞ്ഞല്ല, കാര്യകാരണ സഹിതമാണ്. ആരെയും രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇന്ത്യ മഹാരാജ്യം പോകുന്നത്. അത്ര കണ്ട് ഭയാനകമായ കൊള്ള നടക്കുന്നത്. അത് ചോദ്യം കത്തോലിക്ക കോൺഗ്രസ് ചെയ്യാതെ നടക്കില്ല. എന്തൊക്കെ പോരായി കണ്ടെങ്കിലും ശിവകുമാർ പറ്റിയ ഒരു വ്യക്തിയാണ്. അത് ഇന്നത്തെ കണ്ടീഷനിൽ രാഹുൽ മിണ്ടൂല്ല. രാഹുൽ പറ്റില്ല, സോണിയക്ക് പറ്റില്ല. ഇവിടെ തങ്ങൾ കുഞ്ഞാക്കൾക്ക് പറ്റൂല. കുഞ്ഞാക്കൾക്ക് പറ്റും, പക്ഷെ കുഞ്ഞാക്ക ദേശീയധാരയിൽ വേണം പാർട്ടി. അത് നിങ്ങൾ രണ്ട് കൂട്ടരും കൂടി ഈ മുസ്ലിം സമുദായത്തെ, പ്രത്യേകിച്ച് മുസ്ലിം അതാണ് 20% ദേശീയ ലെവലുള്ളത്, ബാക്കി 2% ഉള്ളൂ. അവരെ നിങ്ങൾ കൊലക്ക് കൊടുക്കാണ്. അതിൽ കൂടെ നിങ്ങൾ ചാവും. നിങ്ങൾ രക്ഷപ്പെടുന്ന് പറയുന്നില്ല. അതിന് ഏക പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ പേര് മാറ്റുക, എത്രയും പെട്ടെന്ന് പേര് മാറ്റുക. കോൺഗ്രസ് തലപ്പത്ത് നിന്ന് കത്തോലിക്ക കോൺഗ്രസ് അല്ലെങ്കിൽ സോണിയ കോൺഗ്രസ് മാറി നിൽക്കുക. അവർ പാർട്ടിയിൽ നിന്ന് മാറാൻ നമ്മൾ പറഞ്ഞില്ല. അങ്ങനെ മാറി നിൽക്കാൻ തയ്യാറില്ലെങ്കിൽ അവരില്ലാത്തൊരു കോൺഗ്രസും ബാക്കി ഈ സംഘപരിവാർ മാറ്റി ബാക്കി എല്ലാം കൂടി ചേർത്തിട്ട് കമ്മ്യൂണിസ്റ്റും ഒക്കെ ചേർത്ത് ബാക്കി എല്ലാവരും ചേർത്ത് ഏക മുന്നണി സമ്പ്രദായം എത്രയും പെട്ടെന്ന് വരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം വളരെ അപകടത്തിലേക്കാണ് പോകും. ഇപ്പോൾ നമ്മുടെ പാർട്ടി ഒന്ന് എന്തെങ്കിലും ആവട്ടെ, ആ ചെറുപ്പക്കാർ വന്നില്ലേ, എന്നിട്ട് ഈ കത്തോലിക്ക കോൺഗ്രസ് അവർ കൂടെ വല്ലതും പറയുന്നുണ്ടോ? അവർ കൂടെ കൂടുന്നുണ്ടോ? സഖാവ് ബേബി പറഞ്ഞ്, SFIക്കാർ പറഞ്ഞ് ഞങ്ങൾ അവരുടെ മുമ്പിൽ നിൽക്കുകയാണെന്ന്. രാഹുൽ ഗാന്ധി മിണ്ടുന്നതിനെ കുറിച്ച്, രാഹുൽ ഗാന്ധി ജീവിച്ചിരിപ്പുണ്ടോ? പലർക്കും സംശയമുണ്ട് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന്, കൊണ്ടും സംശയമുണ്ട്. കാരണം ഒരു ശബ്ദം കേൾക്കണില്ല. ഇത്രയും നിർണായകമായ സംഭവം അത് കോൺഗ്രസ്, പിന്നെ 2011 സംഭവം കോൺഗ്രസും ലീഗൊക്കെയാണ് ചേർത്ത് നടത്തിയെന്ന് പറഞ്ഞിട്ട് മിണ്ടുന്നില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. രാജീവ് ഗാന്ധി ജീവിച്ചിരിപ്പുണ്ടോ? എനിക്ക് കാണുന്നില്ല, ഓർക്കുന്നില്ല. അവരാണ് നമ്മളത്. അപ്പോൾ വളരെ അപകടത്തിലൊക്കെ പോകണം. അത് മാറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ഉത്സാഹമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ചെയ്യേണ്ടത്? പിണറായി സഖാവ് പ്രായാധിക്യം, ബാക്കി ഒന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. കാരണം എന്ത് പറയാനാ, 72 വയസ്സായിട്ടുള്ളത്. പ്രായാധിക്യം കണക്കിലെടുത്ത് മാത്രം തലപ്പത്ത് മാറി നിൽക്കുക. യുവാക്കളെ സഖാക്കളെ ഏൽപ്പിക്കുക. എന്നിട്ട് ഞാനീ പറഞ്ഞ ഫോർമുലയിൽ സീറ്റ് വിഭജനം ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി പറയാം. മുസ്ലിങ്ങൾക്ക് 10-3 ഭാഗം, ക്രിസ്ത്യാനികൾക്ക് 10-1, നായർക്ക് 10-1, ഈഴവന് 10-3 ഇല്ല, ഇങ്ങനെ കിടക്കേണ്ടത്.
ദളിത് 10-1, ബാക്കി ഈ നായര് എന്താണല്ലോ ഈ ആശാരി മോശാരി വർഗം ദളിത് ദീപനൊക്കെ ചേർത്തിട്ട് ഒരു 10-1, അങ്ങനെ 10%, 100% വോട്ട് സീറ്റ് പങ്കിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഭരിക്കാം കേരളത്തിൽ. ആ ഒരു രീതിയെ പാറ്റേൺ തോൽപ്പിക്കാൻ കോൺഗ്രസ് ലീഗ് ആയിട്ട് നടക്കില്ല. കാരണം മുസ്ലിം ലീഗ് കംപ്ലീറ്റ് പോകും. പിന്നെ അവസാനം കുറച്ച് മുസ്ലിം ലീഗിലുണ്ടാവും, വളരെ കുറച്ച് മുസ്ലിം ലീഗ് കോൺഗ്രസ് ഉണ്ടാവും, ബാക്കിയെല്ലാം ഇങ്ങോട്ട് പോരും. കാരണം കോൺഗ്രസിന്റെ സ്വഭാവം മനസ്സിലായില്ല, മുസ്ലിങ്ങൾ മനസ്സിലായി, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നാടിന് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.